ചക്ക സീസൺ കഴിയാറായപ്പോഴാണ് കേട്ടോ അപ്പച്ചന് ചക്കപ്പുഴുക്ക് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിയത്. പിന്നെ ഒന്നും അങ്ങ് നോക്കിയില്ലെന്നേ, നമ്മുടെ വീട്ടിലെ ചക്ക അങ്ങ് വെട്ടി ഒരു ചക്കപ്പുഴുക്ക് അങ്ങ് വെക്കാമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. അരിഞ്ഞു വെച്ച ചക്കയിലേക്ക് ഒരല്പം വെള്ളവും ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മൂടി വയ്ക്കാം. ചക്ക ഒന്ന് വെന്ത് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് അതിലോട്ട് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. അരമുറി തേങ്ങയും ചെറുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് അതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്ത നമ്മുടെ അരപ്പ് വെന്ത് വന്ന ചക്കയുടെ മേലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. അങ്ങനെ ആവിയിൽ കിടന്നിട്ട് നല്ല പോലെ അരപ്പൊന്ന് വെന്ത് വരും. ഇനി ഈ ഗ്യാപ്പിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുകും ചെറുഉള്ളിയും വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ചക്കപ്പുഴുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനു മുമ്പ് വേണമെങ്കിൽ കുറച്ച് ജീരകപ്പൊടി അങ്ങ് തൂക്കിക്കോട്ടോ ചക്കപ്പുഴുക്കിലേക്ക്. അങ്ങനെ ഈ താളിച്ചതും കൂടി അതിലോട്ട് ചേർത്ത് വരുമ്പോൾ നല്ല കിടിലൻ ചക്കപ്പുഴുക്ക് റെഡിയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ ചക്കപ്പുഴുക്ക് വെക്കണേ? എൻ്റെ കുക്കിംഗ് പാർട്ട്ണറൊക്കെ അപ്പച്ചനാണ് കേട്ടോ. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് അപ്പച്ചൻ തന്നെയാണ്. ഈ ചക്കപ്പുഴുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ.